ആരാന്ന് പറയുന്നില്ല, യോഹന്നാൻ സുവിശേഷം തന്നെയാണ്. എത്രത്തോളം ക്രിസ്തുവുമായിട്ട് അഭേദ്യമായ ബന്ധവും സ്നേഹവും ഈ യോഹന്നാൻ ഉണ്ടായിരുന്നോ അത്രത്തോളം തീക്ഷ്ണതയിൽ ജ്വലിച്ചുകൊണ്ട് പത്രോസിനേക്കാൾ ഒരുപടി മുന്നിട്ടോടുകയാണ്. ശേഷം ഒരു കഥയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ അയർലൻഡ് പോലത്തെ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിൽ പലത് കാണുന്നുണ്ട്. വിശ്വാസം നന്നായിട്ടുള്ളവരെ കാണുന്നു, കുറഞ്ഞു പോയവരെ കാണുന്നുണ്ട്. ആ കഥ ഇപ്രകാരമാണ്. ഒരു ആശ്രമ ശ്രേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ തുടർച്ചക്കാരായ ഫോളോവേഴ്സ് ഇല്ലാതെ വരുന്നു. പുതിയ ശിഷ്യന്മാർ വരാതിരിക്കുമ്പോൾ ഈ ആശ്രമ ശ്രേഷ്ഠന് അല്ലാത്ത ഉത്കണ്ഠ, ഇനി ഇതെന്ത് ചെയ്യും, ആര് നോക്കും? ഇപ്പോൾ ഇവിടെ അച്ഛന്മാരില്ല, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വരേണ്ടി വരുന്നത്, ലാറ്റിൻ പള്ളി ശുശ്രൂഷ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇനി ഇതാര് നോക്കും, എന്ത് ചെയ്യും, ഇതെന്താകും? ആകുലപ്പെട്ട നിമിഷത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു സ്പിരിച്വലായിട്ടുള്ള ഒരാളുടെ അടുത്ത് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താകും, ഈ ആശ്രമത്തിൻ്റെ ഇനിയുള്ള അവസ്ഥ എന്താണ്? ആ വ്യക്തി ഒറ്റ കാര്യമാണ് പറയുന്നത്, നിങ്ങൾ തിരികെ പോയി ആശ്രമത്തിലുള്ള മറ്റ് ആൾക്കാരോട്, അതായത് ഉണ്ടായിരുന്ന പലരും പ്രായാധിക്യം കൊണ്ട് മരിക്കുന്നു, മറ്റുള്ളവർക്ക് പ്രായമായി ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന അവരോട് പോയി പറയുക, നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ്. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഈ ആശ്രമ സൃഷ്ടി വളരെ തീക്ഷ്ണത തോന്നി തിരികെ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് കിട്ടിയത് നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ്. ഈ ഒറ്റൊരു വാക്യമാണ് അവരെ ജ്വലിപ്പിച്ചത്. കാരണം ഞാനത് പറയാൻ കാരണം, ഈ ഒരു ആഴ്ചക്കാലം മൊത്തം നമ്മൾ ഓശാന ആഘോഷിച്ചു. അവൻ രാജാവായിട്ടും കുതിരപ്പുറത്ത് കയറി പ്രൗഢി കാണിക്കാതെ കഴുതയുടെ പുറത്ത് കയറി സിമ്പിളായിട്ട് ജീവിതം കാണിച്ച് ക്രിസ്തു ആരാണെന്നും ക്രിസ്തു ഉള്ളിലുള്ളവൻ എളിമ ഉള്ളവനായിരിക്കണമെന്ന് കാണിച്ചു തന്നു. പെസഹ ആഘോഷിച്ചപ്പോൾ ഏറ്റവും വലിയ കൽപ്പനയായ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവൻ, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. അതിനുശേഷം കുർബാനയായി ഈ വലിയ ദൈവപുത്രൻ ചെറിയൊരു അപ്പത്തിൻ്റെ രൂപത്തിൽ വരാൻ മനസ്സ് കാണിച്ചു. ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുക വഴി ഭൂമിയോളം താഴ്ന്നു. അങ്ങനെ ക്രിസ്തുവായി മാറുവാൻ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ പാപങ്ങൾക്കായി കുരിശിൽ മരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടും എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത കാര്യം, ഈ 3 വർഷം ശിഷ്യന്മാരുടെ കൂടെ നടന്നിട്ട് ഈ ശിഷ്യന്മാരെ വീണ്ടും ക്രിസ്തു മരിച്ചു, ഇനി ഒരു പ്രതീക്ഷയൊന്നുമില്ല. ഈ ആശ്രമ ശ്രേഷ്ഠന്റെ കഥയിലേക്ക് തിരിച്ചു വരാം. ഇതേ അവസ്ഥയാണ്, കഴിഞ്ഞു, ഇനി ഇതിന്റെ ഫോളോവേഴ്സ് ആരുമില്ല, ഒരു സാധ്യതയില്ല, ദർ ഇസ് നോ ഹോപ്പ്, ഒരു സാധ്യതയില്ല. അപ്പൊ ശിഷ്യന്മാരെന്താ ചെയ്തേ? പഴയ വള്ളമെടുത്ത് വീണ്ടും പഴയ വലയെടുത്ത് വീണ്ടും മീൻ പിടിക്കാൻ പോവുകയാണ്. പഴയത് വീണ്ടും തട്ടിക്കൂട്ടി. അതായത് ഈ 3 വർഷം ക്രിസ്തു 3 വർഷമാണ് പരസ്യ ജീവിതം നയിച്ചത്, 30 തൊട്ട് 33 വയസ്സ് വരെ. ഈ 3 വർഷം കൊണ്ട് ഇത്രയും നാൾ കൂടെ നടന്നിട്ടും ഇത്രയും അത്ഭുതങ്ങൾ കണ്ടിട്ടും പരസ്പരം സ്നേഹിക്കാൻ പറഞ്ഞു. ശിഷ്യൻ എത്രത്തോളം എളിമപ്പെടുന്നെന്ന് പറഞ്ഞു. അവരുടെ പാദങ്ങൾ ചുംബിച്ചുകൊണ്ട് എത്രത്തോളം സിമ്പിൾ ആവാൻ പറ്റുമോ അത്രത്തോളം സിംപ്ലിഫൈ ആയി. ഇതൊക്കെ കണ്ടിട്ടും വീണ്ടും പഴയതിലേക്ക് പോയി. നമ്മളൊക്കെ അങ്ങനെയാണ്, ഞാൻ നിങ്ങളെല്ലാം വീണ്ടും ലോക വ്യാപാരങ്ങളെ കോടി നടക്കും. ഇന്ന് ഉയർപ്പ് തിരുനാളിൽ ഇതാണ് ഈ യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാന് സംഭവിച്ചത്. അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അഗ്നി ഉണ്ടായിരുന്നു, അവന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തീ ഉണ്ടായിരുന്നു. അവൻ തിരിച്ചറിയുന്നു, അവൻ ഉയർത്തെഴുന്നേൽക്കും. എത്രത്തോളം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ, സ്നേഹിക്കണമെങ്കിൽ അതിന് ഒരു വിട്ടുകൊടുക്കലുണ്ട്. വില കൊടുത്തവനെ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. കൊടുത്തു കഴിഞ്ഞപ്പോൾ ശിഷ്യനെ ക്രിസ്തു ശിഷ്യനെയും സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് പത്രോസിനേക്കാൾ വളരെ വേഗത്തിൽ ഓടാൻ കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ ജ്വലനം ഉണ്ടായിരുന്നു. ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നമ്മളൊക്കെ വളരെ തിരക്കുള്ളവരാണ്. പല തിരക്കുകൾ മാറ്റിവെച്ചിട്ടും ക്ഷീണങ്ങൾ മാറ്റിവെച്ചിട്ടും ഡ്യൂട്ടീസ് മാറ്റിവെച്ചിട്ടും രോഗങ്ങൾ മാറ്റിവെച്ചിട്ടും നമ്മളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നേരത്തെ ആശ്രമകൃഷ്ണനോട് പറഞ്ഞ പോലെ നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ്. അവിടെ എന്താ സംഭവിച്ചത്? ഇനി ആ കഥയിലേക്ക് വരാം. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അവര് പരസ്പരം ആരാണ് ക്രിസ്തു, ഇവരിൽ ആരാണ് അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഇപ്പം എന്തു ചെയ്തു? അവര് പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങി, പരസ്പരം ക്ഷമിക്കാൻ തുടങ്ങി, പരസ്പരം വിനയപ്പെടാൻ തുടങ്ങി, പരസ്പരം താഴാൻ തുടങ്ങി, ഭൂമിയോളം താഴാൻ തുടങ്ങി. അപ്പോൾ ഇവരുടെ പരസ്പര സ്നേഹം കണ്ടു, പരസ്പര വിനയം കണ്ടു. ഇത് കണ്ടിട്ട്
പുതിയ ആൾക്കാർ ആകൃഷ്ടരായി ഇവരുടെ ആശ്രമത്തിലേക്ക് വരാൻ തുടങ്ങി. ഈ കഥ അവസാനിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്, നിന്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. ഭാരത സംസ്കാരം അനുസരിച്ച്, അതായത് നമസ്തേ എന്ന് പറയും. നമസ്തേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ദൈവം നിന്റെ ഉള്ളിലുള്ള ദൈവത്തെ നമസ്കരിക്കുന്നു. നമസ്തേ എന്ന് പറഞ്ഞ പോലെ ഓരോ വ്യക്തിയിലും ക്രിസ്തു ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ, അവരെ റെസ്പെക്ട് ചെയ്യുവാൻ, കരുതുവാൻ, സ്നേഹിക്കുവാൻ, എളിമപ്പെടുവാൻ, ക്ഷമിക്കുവാൻ സാധ്യമാകുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് സാധ്യമാകും. ക്രിസ്തുവിൻ്റെ ആ വലിയ സ്നേഹം, പങ്കുവെക്കൽ, ഇതെല്ലാം ആണ് ഈ ഉയർപ്പിൽ നമ്മൾ കണ്ടെത്തേണ്ടത്, മനസ്സിലാക്കേണ്ടത്. പ്രതീക്ഷ നഷ്ടപ്പെടുന്നിടത്ത് പ്രതീക്ഷ ഉണ്ടെന്നുള്ള വലിയ ബോധ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. 12 ശിഷ്യന്മാരിൽ ഒരാൾ തൂങ്ങി മരിക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടാണ്. അവൻ്റെ പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടുപോയി. പക്ഷേ ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞ 11 പേര് പിന്നെ നിൽക്കുന്നില്ല, ഓടുകയാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ ഈ അയർലൻഡ് ഇവിടെ ആയിരിക്കുമ്പോൾ, ഈ ഉയർപ്പ് തിരുനാളിൽ നമ്മൾ കണ്ട, നമ്മൾ തിരിച്ചറിഞ്ഞ, മനസ്സിലാക്കിയ, ഇനി തെറ്റുപറ്റും, ഇനിയും കുറവ് പറ്റും, പോരായ്മ പറ്റും, വീണ്ടും അവൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുവാൻ, അവൻ പഠിപ്പിച്ചു തന്നതുപോലെ എളിമപ്പെടുവാൻ, അവൻ കാണിച്ചു തന്നതുപോലെ ശിഷ്യത്വം കാലുകഴുകലിൻ്റെയാണ്, എളിമപ്പെടലിൻ്റെയാണ്. ആശ്രമശ്രേഷ്ഠനോട് പറഞ്ഞതുപോലെ നിങ്ങളിൽ ഒരാൾ ക്രിസ്തുവാണ്. അവർ അന്വേഷിച്ചുകൊണ്ടിരുന്നു ആരാണ് അയാൾ. പക്ഷെ അവർ കണ്ടെത്തി അവർ തന്നെയാണ് ക്രിസ്തു. നമ്മളാണ് ക്രിസ്തു ആവേണ്ടത്. ഈ ഉദാഹരണത്തിൽ നമുക്ക് അനുഗ്രഹമാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവൻ പരിശുദ്ധ നാമത്തിൽ.